സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 സ്നേഹക്കൂടാരം. റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കുടുംബജീവിതങ്ങൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് പല വിധത്തിലുള്ള അടിമത്തങ്ങൾ. ചിലപ്പോൾ മദ്യപാനമായിരിക്കാം, മയക്കുമരുന്നായിരിക്കാം, ഇപ്പോൾ പുതിയതായിട്ട് സ്ക്രീൻ അഡിക്ഷൻ, ചിലപ്പോൾ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്ന അടിമത്തമായിരിക്കാം. അങ്ങനെ പലതുണ്ട്. ഈ അടിമത്തങ്ങളെ എങ്ങനെ കുടുംബങ്ങളിൽ കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ ഷോയിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഷോയിൽ പങ്കെടുക്കുന്ന ദമ്പതികളെ നമുക്ക് പരിചയപ്പെടാം. പ്ലീസ്, എന്താ പേര്? ജോസി തൂമ്പാക്കോട്. ജോസി ഫ്രം തൂമ്പാക്കോട്. ഓക്കെ. ഷൈനി തൂമ്പാക്കോട്. ഷൈനി. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും കൂടി കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 21 വർഷം. 21 വർഷം. മക്കൾ എത്ര പേരാ? 2 പേര്. 2 പേര്. അപ്പൊ നമ്മുടെ ഈ ഷോയിലേക്ക് നിങ്ങൾക്ക് 2 പേർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഓക്കെ. നിങ്ങളുടെ പേര്? എന്റെ പേര് തങ്കപ്പൻ. തങ്കപ്പ ചേട്ടൻ. ഓക്കെ. എവിടെ നിന്ന് വരുന്നു? അടിച്ചിരി. അടിച്ചില്ലി. ഓക്കെ. യെസ്. ചേച്ചിയുടെ പേരോ? മണി തങ്കപ്പൻ. മണി. ഓക്കെ. എത്ര വർഷമായി നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്? 36 വർഷം. 36 വർഷം. സന്തോഷമായിട്ട് പോകുന്നല്ലേ? മക്കൾ എത്ര പേരാ? 2 പേര്. 2 പേരുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ ഷോയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ പേര്? എന്റെ പേര് സജിമോൻ. സജിമോൻ. എവിടെ നിന്ന് വരുന്നേ? പുഷ്പഗിരി. പുഷ്പഗിരി. ഭാര്യയുടെ പേരോ? ഷീജ സജിമോൻ. ഷീജ സജിമോൻ. എത്ര വർഷമായി കൂട്ടുകെട്ട്? 13 വർഷം. 13 വർഷം. മക്കള്? 3 പേര്. 3 പേരുണ്ട്. സന്തോഷമായിട്ട് പോകുന്നു. സന്തോഷമായി. നമ്മുടെ ഈ ഷോയിലേക്ക് നിങ്ങൾക്ക് 2 പേർക്കും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ പേരോ? എന്റെ പേര് ഷാജു. ഷാജു. എവിടെ നിന്ന് വരുന്നേ? ദേവഗിരി. ദേവഗിരി. ഓക്കെ. ഭാര്യയുടെ പേര്? എന്റെ പേര് മരിയ. മരിയ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 22 വർഷം. 22 വർഷം. മക്കള്? 2 പേര്. 2 പേര്. വളരെ സന്തോഷമായിട്ട് പോകുന്ന. അതെ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് മദ്യപാനം പോലെയുള്ള അടിമത്തം കുടുംബത്തെ ഹാനികരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മദ്യപാനത്തിലേക്ക് ഒരു വ്യക്തി എപ്രകാരമാണ് വരുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അത് നന്നായിട്ട് പങ്കുവയ്ക്കാൻ കഴിവുള്ളവരും അനുഭവമുള്ളവരുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. ഇവരൊരു പ്രത്യേകത, ഇവർ 4 പേരും, ഈ കുടുംബങ്ങളിൽ 4 ഭർത്താക്കന്മാരും മദ്യപാനം എന്ന വിപത്തിനെ അതിജീവിച്ചവരാണ്. അതുകൊണ്ട് നമ്മുടെ ഇവരുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുണ്ടാകും. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് ആരംഭിക്കാം. യെസ്. തങ്കപ്പൻ ചേട്ടാ, എത്ര വർഷമായി ഈ മദ്യപാനം നിർത്തിയിട്ട്? ഞാനിപ്പോ 7 വർഷം കഴിഞ്ഞു. 8ാമത്തെ വർഷം 22-ാം തീയതി ആരംഭിക്കും. 8ാമത്തെ. അതല്ലേ, 7 വർഷം പൂർത്തിയായി. അപ്പൊ എത്ര വർഷം മദ്യപാനത്തിലായിരുന്നു? ഒരു നല്ലൊരു ഭാഗം, അതായത് ഒരു 15 വയസ്സിന് ശേഷം തുടങ്ങിയതാണ് മദ്യപാനം. 15 വയസ്സ് തുടങ്ങിയതാണ് അല്ലേ? ചെറുപ്പത്തിലേ തന്നെ തുടങ്ങി. അപ്പൊ കുറെ ദീർഘകാലം മദ്യപിച്ചിരുന്നു അല്ലേ? ഓക്കെ. ജോസി എത്ര വർഷമായി മദ്യപാനം നിർത്തിയിട്ട്? ഇപ്പൊ 21 വർഷം. 21 വർഷം. ഓക്കെ. എത്ര വയസ്സിൽ തുടങ്ങിയതാ? ഏകദേശം ഒരു 18 വയസ്സില്. ഓ, അത് 15, ഇത് 18 വയസ്സിൽ തുടങ്ങിയതാണ് അല്ലേ? ഓക്കെ. എത്ര വർഷം ഉണ്ടായിരുന്നു അതിനകത്ത്? ഏകദേശം ഒരു 10-13 വർഷം. 10-13 വർഷം നമ്മള് മദ്യം കഴിച്ചിരുന്നു അല്ലേ? നല്ല രീതിയിൽ പോയി. നല്ല രീതിയിൽ കഴിച്ചു. മോശമല്ല. അതെ. പക്ഷെ ഇപ്പൊ 21 വർഷമായിട്ട് നിർത്തി അല്ലേ? ഓക്കെ, കൊള്ളാം. എങ്ങനെയാണ് സജിമോന്റെ അഭിപ്രായം? ഞാനിപ്പോ 6 വർഷം. 6 വർഷമായി നിർത്തിയിട്ട്. എത്രാം വയസ്സിൽ തുടങ്ങിയ? ഒരു 10-18 വയസ്സൊക്കെ ആവുമ്പോ 18 വയസ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അല്ലേ? അന്ന് അങ്ങനെ റെഗുലർ ആയിട്ടുള്ള കഴിക്കലല്ല. റെഗുലർ ആയിട്ട് ഒരു 10 വർഷം
ശരിക്ക് കഴിച്ചിട്ടുണ്ട്. 10 വർഷം ശരിക്കും കഴിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ പിന്നെ നമ്മൾ നിർത്തി. എത്ര വർഷമായി ഇപ്പൊ നിർത്തിയിട്ട്? ഇപ്പൊ 6 വർഷം. ഇപ്പൊ 6 വർഷമായിട്ടുണ്ട് അല്ലേ? ഓക്കെ, കൊള്ളാം. ഷാജുവോ? ഞാനിപ്പോ 16 വർഷമായി നിർത്തിയിട്ട്. ആഹാ, എത്രാം വയസ്സിൽ തുടങ്ങിയതാ? വളരെ ചെറുപ്പത്തില്. എന്ന് വെച്ചാ ഇത് ശരിക്കും അപ്പാപ്പനൊക്കെ കൈമ പിടിച്ച് കൊണ്ടുപോണ ആ പരുവത്തില് അപ്പാപ്പൻ കുഞ്ഞ് തന്ന് അങ്ങനെ സ്കൂളിൽ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോ ഇത് അടിച്ചിട്ട് പോണത് കഴിക്കണ്ടായിരുന്നു. അതല്ലേ? മാറ്റുള്ള സ്ഥലത്തിന്റെ അരികത്ത് തന്നെയാണ് വീടായിരുന്നത്. അതെ, അപ്പൊ പിന്നെ കിട്ടാനുള്ള കാര്യം സാഹചര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, കൊള്ളാം. അപ്പൊ നിങ്ങൾ 4 പേർക്കും നല്ല ചെറുപ്പത്തിൽ തന്നെ ഈ മദ്യപാനം എന്ന് പറഞ്ഞാൽ അതിന്റെ ചെറിയ രീതിയിലൊക്കെ തുടങ്ങാനായിരുന്നു. ഇത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണോ? ഇഷ്ടപ്പെട്ടിട്ടല്ല. അത് നമുക്കിത് ഒരു 15 വയസ്സിലൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, നമുക്കൊരു ക്യൂരിയോസിറ്റി കൂടുതലാണ്, ഒരു ജിജ്ഞാസ. അപ്പോ ഈ ഓരോ കാര്യങ്ങൾ നമ്മള് പല സ്ഥലങ്ങളിൽ കാണുമ്പോൾ നമ്മള് ഈ കല്യാണ വീടുകളിലൊക്കെയാണ് അന്നത്തെ കാലത്ത് കൂടുതലും നമുക്ക് അന്ന് മദ്യമല്ല, ചാരായം. അപ്പോ നമ്മൾ ഒളിച്ചും പാത്തും പിള്ളേരുകളല്ലേ, രസം രീതിയിൽ തുടങ്ങുന്നതാ. പക്ഷെ ആ രസം അതിൽ നമുക്കൊരു രസമൊന്നും കിട്ടുന്നില്ല. നമുക്കറിയാം അതിൽ പ്രത്യേകിച്ച് ഒരു അന്ന് നല്ല രസം കിട്ടിയിരുന്നില്ല. അല്ല, അത് എന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ ഈ അഡിക്ഷൻ തന്നെ, ആൽക്കഹോളിസം എന്നുള്ളൊരു കാര്യങ്ങളൊന്നും അതിലില്ല. നമ്മൾ കഴിക്കുന്നു, എന്തോ ഒരു എല്ലാവരും മാതിരി പോകുന്നു. പക്ഷെ അത് പോകെ കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു കേസ് എന്തിട്ടെന്ന് വെച്ചാല്, നമ്മൾ ഈ ആളുകളുടെ ചെറുപ്പക്കാർ നമ്മുടെ ഗ്യാങ്ങില് മോശമാവരുന്ന് വെച്ച് എത്ര പേർക്ക് കൂടുതൽ കഴിക്കാൻ ആ ഒരു ടെൻഡൻസി അങ്ങനൊക്കെ വരുമ്പോഴാണ് പിന്നീട് ഇത് വരുന്നത്. കാരണം ഞാനൊരു കേസ് ഇങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഒരേ കാര്യം തന്നെ നമ്മൾ ഒരേ സമയം ഒരു 20 ദിവസമെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായി മാറും. എന്ന മാതിരി ആവുന്നതാണ്, മനഃപൂർവ്വം അല്ല, ആയി പോവാണ്. ഇഷ്ടപ്പെട്ട് കഴിച്ചതല്ല. അല്ല, അത് നമ്മൾ ചിലപ്പോ നമുക്കൊരു ആളായി കാണാൻ ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ്. അത് ശരിയാ. പിന്നെ നമ്മുടെ ഹാബിറ്റായിട്ടുമായിട്ട് നമുക്ക് ഇതില്ലാതെ പറ്റില്ല. ആ ഒരു കണ്ടീഷനിലേക്ക് പോകും. അപ്പോഴാണ് നമ്മള് വെളുപ്പിന് 3 മണിക്ക് 4 മണിക്ക് 3 മണിക്ക് കണ്ണു തുറന്നിട്ട് ഞാൻ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ട് ഒരു 8-9 വർഷത്തോളം വീട്ടിലല്ല. ഞാൻ നിലവില് വീക്കെൻഡിൽ വരുന്ന ഒരാളാ. അത് ശരി. എനിക്ക് അവിടെ വൈഫിന്റെ അടുത്തല്ലല്ലോ. അതെ. അപ്പൊ എനിക്ക് ആവശ്യത്തിന് മദ്യം വാങ്ങി റൂമിൽ വെക്കുക, കഴിക്കുക. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ശരി. അങ്ങനെ കഴിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ നമ്മള് അടിമയായി പോയി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സജിമോൻ ഈ മദ്യപാനത്തിലേക്ക് ഇഷ്ടപ്പെട്ട് വന്നതല്ല. അല്ല, ഇഷ്ടപ്പെടുന്ന വെച്ചാല് ഇതിന് ഈ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ വെറുതെ കൂട്ടുകാരുടെ ഒപ്പം ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയതാണ് അല്ലെ? രസത്തിന് വേണ്ടി തുടങ്ങി. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് കൂട്ടാൻ വേണ്ടിട്ട് കൂട്ടി കഴിക്കും. വരുമ്പോ അങ്ങനെയാണല്ലോ, നമ്മള് ആണുങ്ങളല്ലേ, അതിന്റെ ഒരു ഇത് കാണിക്കില്ലേ? അതന്നെ നമ്മള് പുരുഷത്വം തെളിയിക്കാനുള്ള ഒരു മാർഗമാണ് ഇതെന്ന് നമ്മൾ എവിടെയോ മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് തന്നെയാണ് ഈ മദ്യത്തിന്റെ കൂടെ തന്നെ പുകവലി അങ്ങനെ കൂടി. അപ്പൊ സ്റ്റാൻഡേർഡ് ഒത്തിരി കൂടി വരുന്നതാണ്. അങ്ങനെ നമുക്ക് ഇതിൽ മാറി പോവാൻ പറ്റില്ല, പെട്ടുപോവാണ്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ മദ്യപാനത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സാഹചര്യത്തില് അല്ലെ, പ്രത്യേകിച്ച് ഈ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വീടുകളിലൊക്കെ നടക്കുമ്പോ അല്പം കഴിച്ചില്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കുറവാണെന്നൊരു തോന്നൽ വരുന്നു. അപ്പൊ നമ്മൾ അല്പം ജിജ്ഞാസ ഉണ്ട്, ഇത് എന്താണെന്ന് അറിയണമല്ലോ അല്ലെ, പുതിയത് പരീക്ഷിക്കണമല്ലോ അല്ലെ. അതാണ് സജിമോൻ പറയുന്ന കാര്യം. ഓക്കെ, യെസ്. എന്താണ് ഷാജുവിന്റെ അനുഭവം? എന്താണ് എന്റെ അനുഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെറുപ്പത്തിൽ തന്നെ കഴിച്ച് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. ചെറുപ്പത്തിൽ മറ്റേ കുഞ്ഞായിരിക്കുമ്പോ തന്നെ. അതെ. അത് കഴിഞ്ഞിട്ട് ഒരു 7ാം ക്ലാസ്, എനിക്ക് വിദ്യാഭ്യാസം 7ാം ക്ലാസ് വരെ ഉള്ളൂ. അപ്പൊ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പോലും ഞാൻ മദ്യം കഴിച്ചിട്ടാണ് ക്ലാസ്സിൽ ചെല്ലുന്നത്. ദൈവമേ, പഠിക്കാൻ സ്കൂളിൽ പോകുമ്പോ പോലും അതെ മദ്യം കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറ്റം വന്നത് എന്റെ വീട്ടിൽ കിട്ടും. അത് തൊട്ടരുത്ത് മാറ്റി നടക്കുന്ന മലയോര പ്രദേശമാണ് എന്റേത്. ചുള്ളി മലയോര പ്രദേശമാണ്. കോപ്സൺ കമ്പനിയുടെ പ്രൊഡക്ഷനുള്ള തൊട്ടരുത്ത്. അപ്പൊ അതിന്ന് കഴിച്ചിട്ടാണ്. അപ്പനും അമ്മയും വീട്ടിലുണ്ടാവില്ല. ഒരു 4 മണിക്ക് അവരുടെ പണിക്ക് പോകും. പിന്നെ വരുന്നത് വൈകിട്ട് 8 മണിയോട് കൂടിയാണ്. അപ്പൊ ഞാനും എന്റെ പെങ്ങളും മാത്രമേ വീട്ടിലുള്ളൂ. ശരി. അപ്പൊ കഴിക്കാനായിട്ട് സാഹചര്യങ്ങൾ കൂടുതലായിരുന്നു. പിന്നീട് പിന്നെ വിദ്യാഭ്യാസം നിർത്തി. അതിനുശേഷം പണിക്ക് ഇറങ്ങിയപ്പോ വാർക്കപ്പണി എന്ന അങ്ങനെ ഫീൽഡിലേക്കാണ് ചെന്നപ്പെട്ടത്. ആ പണിയിൽ ചെന്നിട്ട് പിന്നെ ഇഷ്ടംപോലെ കിട്ടാനുള്ള സാഹചര്യം കൂടുതലായിരുന്നു. പണി തുടങ്ങുമ്പോഴത്തേനും തന്നെ കിട്ടും. അതിനെ കഴിച്ച് ശീലിച്ചാണ് കാരണം കഴിക്കാനായിട്ട് വീണ്ടും താല്പര്യം കൂടുതലാണ്. ആ രീതിയിൽ കഴിച്ച് ഒത്തിരി എത്രത്തോളം കഴിക്കാൻ പറ്റും അത് കഴിക്കുക എന്നുള്ള ചിന്തയിലായി. അതല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ഈ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ
മദ്യം കഴിച്ചിട്ട് സ്കൂളിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാൻ. ആ നാട്ടിൽ വേറെയും കുട്ടികളുണ്ടല്ലോ, അവരാരും അങ്ങനെ ചെയ്തില്ലല്ലോ. പിന്നെ ഷാജു എന്തിനാ അവൻ അങ്ങനെ ചെയ്തത്? അവരും കഴിച്ചിട്ടുണ്ടാവോ എന്ന് അറിയില്ല. ഓ എന്നാലും ഷാജുവിന് അങ്ങനെ ഇല്ല. തോന്നുന്നു. അവരെല്ലാം ഞങ്ങള് ഒരു 4 കുട്ടികളുണ്ട്. 4 പേര് അങ്ങനെ ഉണ്ട്. നിങ്ങൾ അപ്പൊ തന്നെ ഒരു കമ്പനിയാണ്. അങ്ങനത്തെ ടീം. പിന്നെ തൊട്ടടുത്ത് സ്കൂളിന്റെ തൊട്ടടുത്ത് ഞങ്ങൾക്ക് ഒരു പെട്ടിക്കടയുണ്ട്. അവിടെ തെറുപ്പ് ബീഡി കിട്ടും. അപ്പൊ അവിടെ പോയിരുന്ന് ബീഡി വലിക്കുക. അപ്പൊ ക്ലാസ് ടൈമിനായാലും അല്ല ഷാജു, ഞാൻ ചോദിക്കുന്നത്, ഷാജുവിനെ പോലെ ആ നാട്ടിൽ വേറെയും ഈ പ്രായത്തിലുള്ളവരുണ്ടായിരുന്നല്ലോ. ഉണ്ട്. അവര് തെറുപ്പ് വീടി വലിച്ചിട്ടുണ്ടാവില്ല, ഇതുപോലെ മദ്യം കഴിച്ച് സ്കൂളിൽ പോയിട്ടില്ല. ഇല്ല. പക്ഷെ ഷാജുവിന് അങ്ങനെയൊക്കെ തോന്നി. അതെ. അതെന്തായിരിക്കും അത്? അത് കുഞ്ഞു പരുവത്തിൽ ശീലിച്ചതിന്റെ ആയിരിക്കാം. അപ്പൊ അപ്പൻ അച്ഛാ, അതിന്റെ അത് ആയിരിക്കാം. ഈ പാമ്പിനെ തിന്നണ നാട്ടിൽ ചെന്ന നടുക്കഷ്ണം നോക്കി തിന്നണമെന്നാണ് ഒരു ചൊല്ലു പറയാ. അതെ അതെ, അങ്ങനെ പറയുന്നത്. അപ്പൊ ആ നാട്ടില് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് ഷാഹിച്ചേട്ടന് മാത്രം നമ്മൾ മോശമായിട്ട് അതിൽ പറയണ്ട. അവിടെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യങ്ങളായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, സ്കൂളിൽ വന്ന ഇപ്പൊ 30 കുട്ടികളുണ്ടെങ്കിൽ 30 കുട്ടികൾ അടിച്ചിട്ട് വന്നില്ലല്ലോ. അല്ല, അതില് ഇപ്പൊ ഒരാൾ മാത്രമായിരിക്കില്ല, ഇതിലൊരാൾ കമ്പനി ഉണ്ടാവും. അതന്നെ, എന്തോ അവിടുത്തെ സാഹചര്യങ്ങളുണ്ട്. അതുപോലെ കാരണം ചിലപ്പോ അതിലൊരു എന്റെ കുട്ടിക്കാലത്ത് ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഞങ്ങള് ഈ കന്നാലി പശു ആടിനെ പാടത്ത് മേയാൻ പോകുമ്പോ എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങള് വെള്ളം ഭാഗത്തിന് ഈ 5 ലിറ്ററിന്റെ കന്നാസിന്ന് ചാരായം ചറ്റയില് ഒഴിച്ച് കുടിച്ചിട്ടുണ്ട്. 5 ലിറ്റർ കന്നാസിൽ ചാരായം തലേദിവസമൊക്കെ വാറ്റിയിട്ട് പറമ്പുകളിൽ വെച്ചിട്ടുണ്ടാവും, ഞങ്ങൾക്കറിയാം. അപ്പൊ ഈ വിശപ്പിന് ഞങ്ങൾ ചെയ്യുന്നത് ഈ വാറ്റാനായിട്ട് ശർക്കര വലിയ കുടങ്ങളിൽ കുഴിച്ചിടും ഭൂമിക്ക് അടി. കറക്റ്റ് സ്പോട്ട് ഞങ്ങൾക്കറിയാം. ഈ ശർക്കര കൈയിട്ട് വാരി എടുക്കും, തെങ്ങുമെന്ന് തേങ്ങ വീക്കിച്ച് അടിച്ച് ചതച്ച് പൊട്ടിച്ച് തിന്നും, ഈ ശർക്കര കൂട്ടി തിന്നും. പിന്നെ ഈ ചാറായിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്കറിയാം, ചിരട്ടയില് പകർത്തി ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്. അത് ആ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തു പോകുന്നതാ. സീരിയസ് അറിഞ്ഞിട്ടല്ല കുടിക്കുന്നത്. കൂട്ടുകെട്ടിന്റെ അതെ. ശരി. ഷാജുവിനുണ്ടായ ചില കൂട്ടുകെട്ടും പിന്നെ കൂട്ടുകെട്ട് ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മൾ ക്ലാസ്സിൽ ചെന്നിരുന്നു. ടീച്ചർ സ്വാഭാവികമായിട്ട് 2 ഡോർ ഇങ്ങനെ തുറന്നിട്ട് കിടക്കാൻ വരും. അപ്പൊ അതിന്റെ സൈഡിലായിരിക്കും ഒരു പരിധി വരെ നിൽക്കുന്നത്. ശരി. ടീച്ചർ ഇങ്ങോട്ട് ടേബിളിന്റെ അടുത്തേക്ക് പോകുമ്പോ നമ്മൾ പുറത്തേക്ക് പോരും. അത് ശരി. അങ്ങനെ നല്ല ടെക്നിക്കാണ്. അങ്ങനെ ടെക്നിക്കാണ് ചെയ്ത് ആ ചെറുപ്പകാലങ്ങള്. അതെ. പിന്നീട് പഠിക്കാനുള്ള ഒരു വിമുഖത ഉണ്ടായിരുന്നോ? ഈ പഠനം എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറവായിരുന്നു. ശരിക്കും ആ പരുവത്തിൽ തന്നെ എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഒരു വൈദികനാകണമെന്നായിരുന്നു. ഏത് ഈ മദ്യം കഴിച്ചു? അതെ. അതെന്താണ് അങ്ങനെ ആഗ്രഹം? അത് എന്തോ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനകത്തേക്കൊന്നും എത്താൻ പറ്റില്ല. അങ്ങനെ മദ്യത്തിന് അടിമപ്പെട്ടു തുടങ്ങി. വീട്ടിലാണെങ്കിൽ അപ്പനൊക്കെ വരാൻ താമസിക്കുന്നു. ഞാൻ ഒരാള് വീട്ടിലുള്ളൂ, പിന്നെ ഒരു പെങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് സാഹചര്യങ്ങൾ നല്ലോണം ഉണ്ടായിരുന്നു. അല്ല, ഈ മദ്യം കഴിച്ചൊക്കെ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴേ കൂട്ടുകാരുടെ റെസ്പോൺസ് എന്തായിരുന്നു? കൂട്ടുകാരെന്ന് വെച്ചാൽ 2-3 കൂട്ടുകാരുള്ളൂ. അവര് തമ്മിൽ ഞങ്ങൾ നല്ല കൂട്ടാ. ഇതാണല്ലോ ഞങ്ങളുടെ ആവശ്യം. അല്ല, മറ്റുള്ളവരെങ്ങനെയാ അപ്പൊ നിങ്ങൾ നോക്കി കണ്ടിരുന്നത്? ഞങ്ങളെ നോക്കി കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് കാണുന്നതായിട്ട് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. അവർക്ക് നിങ്ങളോട് ആരാധനാഭാവം, ഞങ്ങള് തല്ലിപ്പൊളികളാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ബഹുമാനിക്കായിരിക്കും നിവൃത്തിയില്ല. അപ്പൊ ആ കൂട്ടുകെട്ടാണ് മെയിൻ ആയിട്ട് നമ്മളെ ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ഇതിനകത്തേക്ക് നയിച്ചെന്ന് വരാം അല്ലെ. പിന്നെ ചെറുപ്പത്തിലെ ഓർമ്മകളുണ്ട്. അപ്പൻ കഴിക്കുന്ന ഒരു ഓർമ്മകള്, അത് വലിയ ഓർമ്മ എനിക്കത്. കാരണം 2 കുപ്പി ചാരായം ഇങ്ങനെ കക്ഷത്തിൽ വെച്ചിട്ട് വന്ന് ചോറിലേക്ക് ഒഴിച്ചിട്ട് രാത്രി അപ്പൻ ചോറുന്നത് എന്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്രായത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നെ രുചി പറ്റിയതിന്റെ പേരില് എനിക്ക് അതിനെ ഒന്നുമായിട്ട് തോന്നുന്നില്ല, പക്ഷെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതായത് ചെറുപ്രായത്തിൽ തന്നെ മദ്യം കഴിക്കുന്നത് കാണുക, അല്ലെങ്കിൽ മദ്യപിക്കാൻ ചിലപ്പോൾ ഒരു അല്പം രുചിയായിരിക്കാം, അല്പമായിരിക്കും നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്, പക്ഷെ അതിനോട് നമ്മൾ എക്സ്പോസ്ഡ് അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം കിട്ടുക, അത് നമ്മളെ മദ്യപാനത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് എനിക്ക് സംഭവിച്ചത്. ചെന്നുപെട്ട മേഖലകളെല്ലാം ഈ സാധനം അവൈലബിൾ. കാരണം ഞാൻ ഒത്തിരി ബാംഗ്ലൂര്, ചെന്നൈ അതൊക്കെ പോയി പണിയെടുത്തിട്ടുണ്ട് വർഷങ്ങൾ നിന്ന്. അപ്പൊക്കെ എനിക്ക് അവിടെ ആരും എന്നെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാനായിട്ടില്ല. പിന്നെ എനിക്ക് കൂടുതൽ ചെറുപ്പത്തിൽ കഴിക്കാണ്ടായ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ തറവാടിൽ നിന്നും മലയോര പ്രദേശത്തേക്ക് എൻ്റെ അപ്പൻ ഞങ്ങളെ കൊണ്ട് താമസം പോയേ. അപ്പൊ എന്നെ കെയർ ചെയ്യാനായിട്ട് മറ്റേപാട് ഒരാളില്ല. എനിക്ക് എന്തും ആവാം, വീട്ടിൽ ആരും ഇല്ല. സാഹചര്യങ്ങൾ ശരിക്കും എനിക്ക് കിട്ടി, ഞാൻ വിനിയോഗിച്ചു. പക്ഷെ ഈ സ്കൂളിലേക്കൊക്കെ മദ്യം കഴിച്ചു തന്നപ്പോ ടീച്ചർമാരൊക്കെ ഇത് അറിയല്ലേ? അറിയണ്ടാവും, അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ടീച്ചർമാർ ഉപദേശിച്ചില്ലേ, മോനെ ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോഴത്തേനും നമ്മളിങ്ങോട്ട് പോന്നു.
അവര് ഉപദേശിച്ച് വന്നപ്പോഴേക്കും നമ്മൾ ഉപദേശിച്ച് പരിപാടി നമ്മള് അവസാനിപ്പിച്ചു. നിർത്തി അത് വിദ്യാഭ്യാസം അങ്ങോട്ട് നിർത്തി. വിദ്യാഭ്യാസം നിർത്തി അല്ലേ? പിന്നെ പണിയിലേക്കൊക്കെ മാറി. ഓക്കെ. കാരണം കുടിക്കാൻ കാശ് വേണമല്ലോ, പിന്നെ വലുതായി വരുന്നതിന്റെ അനുസരിച്ച് കാശ് അപ്പൊ വേണം. ചെറിയ ചെറിയ ജോലി ചെയ്തു, അപ്പൊ സാമ്പത്തികമായിട്ട് അല്പം വരുമാനം വന്നു. ഒന്നും വീട്ടിലേക്ക് കൊടുത്തിട്ടില്ല. മുഴുവൻ നമ്മൾ കുടിച്ചു തീർത്ത്. ഒക്കെ കുടിച്ച് അങ്ങനെ ദുർത്തടിച്ച് നടന്നു. ഓക്കെ. അതാണ് ഷാജുവിന്റെ അനുഭവം അല്ലേ? അതെ. ഓക്കെ, കൊള്ളാം. എന്ന് തോന്നുന്നു തങ്കപ്പച്ചേട്ടന്റെ അനുഭവം എന്താണ്? എത്ര വർഷം ഈ മദ്യപാനം ഉണ്ടായിരുന്നു? എൻ്റെ അനുഭവത്തിൽ ഒരു 15 വയസ്സിലൊക്കെ മദ്യം ആരംഭിച്ചെന്ന് പറഞ്ഞല്ലോ. ഓക്കെ. അതായത് അച്ഛൻ ഒരു പണ്ടൊക്കെ പറയും മലയിലൊക്കെ പോയിട്ട് മുള വെട്ടുന്ന ജോലിയുള്ള ആളായിരുന്നു. അതെ. അപ്പൊ അവരൊരു ടീമുണ്ട്. ടീമൊക്കെ പഴം കാര്യം സാധനം കൊണ്ട് മലയ്ക്ക് ജോലിക്ക് പോകും. വന്നു കഴിയുമ്പോ ഇത് തന്നെ പരിപാടി. ഈ ചാരായം പാറ്റ് നമ്മുടെ ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ സുലഭമായിട്ട് കിട്ടും ചാരായം. വന്നു കഴിഞ്ഞാൽ അവർ കുപ്പി കണക്കിന് സാധനം മേടിച്ചു കൊണ്ടുവരിക. കുട്ടുകൂടി നമ്മുടെ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ അടുത്ത ആൾ വീട്ടിലായിരിക്കും അങ്ങനെ ഇന്ന് കഴിക്കുക, അത് കാണുക. അപ്പൊ അങ്ങനെ കണ്ട് ടേസ്റ്റ് നോക്കിയിട്ടാണ് ഞാനത് ആരംഭിക്കാനുള്ള കാരണം. അതോടുകൂടി തന്നെ അന്ന് അച്ഛൻ ബീഡി വലിക്കായിരുന്നു. അപ്പൊ ഈ അച്ഛൻ കാണാണ്ട് ഈ ഇത് കഴിയുമ്പോ ഇവര് ചെയ്യുന്നതല്ലേ നമ്മളും കാണുന്നത്. അപ്പൊ അച്ഛൻ കാണാണ്ട് തന്നെ ഈ സാധു ബീഡി എന്ന് പറഞ്ഞൊരു ബീഡി ഉണ്ട്. ആ സാധനം ആ ബീഡി എടുത്ത് കാണാണ്ട് വയ്ക്കും. ഇത് ഒരു കുറച്ചൊക്കെ കുപ്പിയിലൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതെടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് ഈ വീഡിയോ മരിക്കരുന്നിട്ട്. അതെ. എനിക്ക് അങ്ങനെ കൂട്ടൊന്നും അധികം ഉണ്ടായിട്ടില്ല. ഒരു 1-2 പേര് 2 പേരെ സ്കൂളിൽ അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായില്ല. വീട്ടിൽ തന്നെ നമുക്ക് ഇതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ വീടിന്റെ ഇത് അന്ന് ജനലല്ല, ഇങ്ങനെ കുത്തിച്ചാരിയ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ എടുത്ത് വെച്ചാൽ അത് കാണുന്നില്ല. അങ്ങനെയാണ് അത് ആരംഭിക്കാനുള്ള കാരണം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അച്ഛൻ മരിച്ചു. പിന്നെ അത് സുലഭമായിട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങി. ഞാനും ഈ 15 വയസ്സ് തുടങ്ങി ഏകദേശം ഈ മലമ്പ്രദേശത്തിന്റെ പേരിൽ ജോലിക്കൊക്കെ പോയി തുടങ്ങി. അപ്പൊ ആ ജോലിക്ക് പോകുന്ന കൂട്ടുകെട്ടിക്കൂടെയുള്ള സൗകര്യങ്ങൾ കൂടി വന്നു. അച്ഛൻ മരിച്ചോടുകൂടി നമുക്ക് സ്വാതന്ത്ര്യം കൂടി. കാരണം പിന്നെ ചോദിക്കാൻ അമ്മയുള്ളൂ, 3 അനിയന്മാരാണ്. ഞാനായിരുന്നു ഹെഡ്. പിന്നെ നമ്മള് കാര്യങ്ങളായി അവിടെ നിന്നാണ് കൂടുതൽ ആരംഭിച്ച്. പിന്നെ അത് കുറെ നാളൊക്കെ അമ്മയൊക്കെ ചിലപ്പോ കണ്ണുനീരോടെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, മോനെ ഇത് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. കാരണം അന്ന് ഇതിനുള്ള താല്പര്യം കൂടി വരല്ലേ, നമുക്ക് പ്രായം കൂടുന്നതോറും താല്പര്യം കൂടി വരാം. ഇത് നമുക്ക് തന്നെ നിർത്തണമെന്ന് അന്നൊക്കെ തോന്നിയിരുന്നു. അന്ന് തോന്നിയിരുന്നു. പക്ഷെ എങ്കിലും അത് നമുക്ക് നിന്ന് ഈ സാധനം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിറങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും ആയിട്ട് കൂടിയിട്ട് അന്നായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ സംഭവം. നമ്മൾ വേണ്ടാന്ന് വെക്കണം, അന്നായിരിക്കും ആരെങ്കിലും വന്ന് നമ്മളെ സ്വാധീനിക്കും, നമ്മൾ കുടിക്കും അല്ലേ? അതെ. അങ്ങനെ ചെറുപ്രായത്തില് വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ അതിനകത്തേക്ക് വന്നു ചേർന്നാണത്. ഓക്കെ. അങ്ങനെ പിന്നെ വന്നിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് നാളൊക്കെ ഗ്യാപ്പ് എടുത്ത് പിന്നെ പുറത്തൊക്കെ ജോലി താല്പര്യം കൂടി വലുതായി. പിന്നെ ഒരു ഗ്യാപ്പിൽ പുറത്ത് ബോംബെ അവിടെയൊക്കെ പോയി ഇറങ്ങി. അങ്ങനെ വന്നപ്പോഴേക്കും പിന്നെ കുറച്ചും കൂടി വന്നു. അങ്ങനെ നമ്മൾ മദ്യപാനത്തിലേക്ക് വഴുതി വീണതാണ്. അതല്ലേ? ഓക്കെ. തങ്കപ്പച്ചേട്ടൻ ധാരാളം ഇനിയും പറയാനുണ്ട്, ഞാൻ വരാൻ കേട്ടോ. ഓക്കെ. ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് തുടങ്ങാനായിട്ട് സാഹചര്യങ്ങൾ ഒത്തു വന്നു. ഓക്കെ. എന്താണ് പേര് പറഞ്ഞത്? ജോസിയെ. അച്ഛൻ ഞാൻ സ്റ്റാർട്ടിങ് ഏറ്റവും എൻ്റെ ഓർമ്മയിലുള്ള കൂടി ശരിക്കും പറഞ്ഞാൽ ഐ ടിയിൽ പഠിക്കും. ഞാൻ ഒരു ടൂർ പോകാനായിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ടൂറ് പോയിക്കൊണ്ടിരിക്കുമ്പോ അവര് കോളേജില് അന്ന് മിക്സ് ചെയ്ത് എനിക്ക് സാധനം തരാ ചെയ്തത്. കുട്ടികൾ കൂട്ടുകാരന്മാര്. നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു. ആദ്യത്തെ കൂടി അറിഞ്ഞില്ല. പക്ഷെ പിന്നീട് എനിക്ക് അത് ലഹരിയായി. അത് കഴിച്ച് പിന്നെ എനിക്ക് ആ ടൂറ് തന്നെ ഓർമ്മയില്ല ശരിക്കും പറഞ്ഞാൽ. ഇടുക്കി ഭാഗത്തേക്കാണ് പോയത്. തിരിച്ചു വന്ന് പിന്നെ കുറെ കാലങ്ങൾ കഴിഞ്ഞു പോയി. പിന്നെ ഞാൻ 18 വയസ്സിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായി ചാലക്കുടിയിൽ. കലാഭവൻ ഒക്കെ കാലഘട്ടത്തിൽ തന്നെ ഡ്രൈവറായിരുന്നു. അവിടെ നിന്ന് ഞാൻ വളരെ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിന് എൻ്റെ ഇതായിരുന്നു, വളരെ വണ്ണം കുറവായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയൊന്ന് വണ്ണം വെക്കണം എന്നുള്ളൊരു താല്പര്യം. അപ്പൊ എല്ലാവരും ബിയറിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത ഭക്ഷണം കൂടുതൽ കഴിക്കുന്നു പറഞ്ഞു. ബിയർ കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കും ചെയ്യും, ഭക്ഷണം കൂടുതൽ കഴിക്കാൻ പറ്റും. അപ്പൊ ഞാൻ അന്നൊന്ന് പരീക്ഷിക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി വണ്ണം കൂട്ടാൻ വേണ്ടിട്ട് ബിയർ അടി തുടങ്ങി. ഒരു കുപ്പി ബിയർ മേടിച്ച് ഞങ്ങൾ 2 ആക്കി ഷെയർ ചെയ്യും. അപ്പൊ എന്താ വെച്ചാൽ വലിയ ഗ്ലാസ് ഒരേ ഗ്ലാസ്. അത് വലിയ താല്പര്യത്തോടു കൂടി ഒന്നല്ല, പക്ഷെ വണ്ണം വെക്കണം, ഭക്ഷണം കൂടുതൽ കഴിക്കണം. അങ്ങനെ ഒരു ഗ്ലാസ് ബിയർ അടിക്കും, ഫുഡ് കഴിക്കും, നന്നായിട്ട് ഫുഡ് കഴിക്കും. അതായിരുന്നു സ്റ്റാർട്ടിങ്. പിന്നെ അതിന് ഞാൻ അങ്ങനെ വളരെ ലഘുവായിട്ട് പോയി. പിന്നെ വണ്ടി ഫീൽഡിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പൊക്കെ പിന്നെ കുറേശ്ശെ കഴിക്കാൻ തുടങ്ങി. ബിയർ മാറ്റി ബ്രാൻഡ് മിക്സ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിച്ച് പിന്നെ ഞാൻ ഒരു നാടക ഫീൽഡിലേക്ക് വന്നു. നാടകത്തിൽ വന്നു. ഒരു 5 വർഷം നാടക ഫീൽഡിലായിരുന്നു. എന്ന് വെച്ചാൽ നാടകത്തിൽ ചെറിയ അഭിനയങ്ങളും കൂടാതെ വണ്ടി ടൂറിസ്റ്റ് മേഖല. അപ്പൊ എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് യാതൊരു പഞ്ഞമില്ല.
ധാരാളം കിട്ടും. 24 hour. അവിടെ ഞാൻ ഈ നാടകത്തിന് കൊല്ലത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ലിറ്റർ ഓൾറെഡി നാടകം കഴിയുമ്പോൾ കൊണ്ടുവന്ന് വെച്ച് തരും. അപ്പൊ ഈ 1 ലിറ്റർ എല്ലാവർക്കും കൂടി ഉള്ളതാണ്. അതിൽ 1 ലിറ്റർ ഞാൻ മാറ്റി വയ്ക്കും. മാറ്റി ഞാൻ മിക്സ് ചെയ്ത് ഒരു കനാസിലാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഡ്രൈവർ സൈഡിൽ. അതെനിക്ക് ലൈനിൽ ഇടയ്ക്ക് ഉറക്കം വരാതിരിക്കും എടുത്ത് കഴിക്കും. വണ്ടി ഓടിക്കുമ്പോൾ എടുത്ത് കഴിക്കും. എനിക്ക് ഒരു ആക്സിഡന്റ് ഒന്നും ഉണ്ടായില്ലേ, സ്കൂളായിട്ട് ഇത് കഴിക്കും. അന്നാണ് ഞാൻ പഠിച്ച കട്ടൻ ചായയിൽ ഒഴിച്ച് ഈ സാധനം കഴിക്കാൻ സൂപ്പറാണെന്നുള്ള കാര്യം. മധുരമുള്ള കട്ടൻ ചായ തണുത്ത് കഴിഞ്ഞാൽ ഇത് ഒഴിച്ച് പ്രേരിപ്പിക്കാലോട്ടോ, അത് കഴിക്കാൻ എളുപ്പമായിരുന്നു. അത് ഇങ്ങനെ വലിച്ചു കയറിക്കൊണ്ടിരുന്നു. അതാണ് എന്നെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിച്ചത്. അവിടെ നിന്ന് എനിക്ക് അല്ല, അപ്പൊ ഈ ബിയറടി വണ്ണം വെക്കാനായിട്ട് തുടങ്ങി വണ്ണം വെച്ചോ? വണ്ണം വലിയ വ്യത്യാസം പിന്നെ ഉണ്ടായ വണ്ണൊക്കെ ഈ മദ്യത്തില് പോയില്ലോ. പിന്നെ ഓവർ മദ്യത്തിലേക്ക് കിടന്നല്ലോ. പിന്നെ എനിക്ക് 24 hour മദ്യം വേണം. രാവിലെ വന്നു കഴിഞ്ഞാൽ മദ്യം കഴിക്കാതെ എനിക്ക് ഈ വണ്ടി എടുക്കാനോ പല്ല് കഴിക്കാനോ പറ്റില്ല. അപ്പൊ ഞാൻ ബാറിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ സാധാരണ ഇതില് ഈ ഗ്ലാസ്സിൽ ഇത് വലിച്ചു കുടിക്കാൻ പറ്റില്ല. ഭയങ്കര വിറയിലായിരിക്കും. അങ്ങനെയാണ് എനിക്ക് ഒരു സപ്ലയർ പറഞ്ഞു തന്നെ സ്ട്രോട്ട് ഒന്ന് വലിച്ചു നോക്കാൻ പറഞ്ഞു. ഇതിനകത്ത് സഹായിക്കാൻ തന്നെ ആൾക്കാരുണ്ടല്ലേ? ബാറിൽ ഇഷ്ടംപോലെ ഇതല്ലേ, എന്താ പറയാ, സഹോദരിക്കളന്മാരെങ്കിലും കൂടുതൽ സ്നേഹമല്ലേ? അത് ശരിയാ, നല്ല സഹോദരന്മാർ നല്ല ഒത്തുവസിക്കുന്ന ഒരു ഇടമാണ് ബാർ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അവര് ഈ സ്ട്രോട്ട് തരാണ്. എനിക്ക് അന്നാണ് ഒരു കാര്യം മനസ്സിലായത്. സ്ട്രോട്ട് നമ്മുടെ ചുണ്ട് പിടിക്കില്ല. കൈക്ക് വിറയിലാണെങ്കിൽ ചുണ്ടിനും ഈ ബലം ഇത് തന്നെയാ. ചുണ്ടിനും ബലം ഉണ്ടാവില്ല. അത് ചുണ്ടും കൈയായിട്ടൊരു ബന്ധമുണ്ട്. ഇതേ വിറയിലിന് ചുണ്ടിനും പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സ്ട്രോ അങ്ങോട്ട് കയറിപ്പോളൂ, വെള്ളം വരില്ല. അങ്ങനെ എല്ലാവരും കൂടി എടുത്ത് ഇങ്ങനെ പിടിപ്പിച്ച് 2 കവള അങ്ങോട്ട് ചെന്ന പിന്നെ സ്ട്രോങ് ആയില്ലേ. പിന്നെ കൈക്കൊക്കെ നല്ല ബലം കിട്ടും. പിന്നെ കൈക്കല്ല, പിന്നെ ഞാൻ അടുത്ത ബെക്ക് പോട്ടെ ഈ രീതിക്ക് പിന്നെ അടിക്കും. പിന്നെ മറ്റുള്ളവരെ സഹായിത്താലും പിന്നെ നമ്മൾ അടിക്കാൻ നമുക്ക് മറ്റൊരാളെ തൈ വേണ്ട, നമ്മൾ അവർ കുടിപ്പിക്കും. അതല്ലേ പിന്നെ പ്രോബ്ലം ഇല്ല. പിന്നെ അങ്ങോട്ട് തുടങ്ങണല്ലോ, സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് അവസാനം ബാർ അടച്ച് പോരുന്ന തരാം. ബാർ അടച്ചു പോന്നാലും നമുക്ക് സമാധാനമില്ല. കാരണം വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഒരു 9 കിലോമീറ്റർ പോകണം. അപ്പൊ അവിടെ ചെല്ലുമ്പോ എങ്ങനെ കഴിക്കും? അപ്പോഴേക്കും ഇത് ഇറങ്ങുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ നമുക്ക് കിക്ക് വേണം അല്ലേ? കിക്ക് വേണം, ഉറങ്ങണമെങ്കിൽ കിക്ക് വേണം. അപ്പൊ ഞാനൊരു 1/2 ലിറ്റർ കൂടി അവിടെ നിന്ന് വാങ്ങിച്ച് കൈ പിടിക്കും. അത് കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് അതും കൂടി അടിച്ചാലാണ് ഒന്നൊരു ഉറക്കം റെഡി ആവുള്ളൂ. ഉറങ്ങി കഴിഞ്ഞിട്ട് നേരം വെളുത്ത് എഴുന്നിട്ട് ബാക്കിയുള്ളത് നേരെ കൊണ്ടുപോയി വീട്ടിൽ അമ്മ കാണും. അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അമ്മ കാണാതിരിക്കും, നേരെ ബാത്റൂമിൽ പോകും. കാരണം പല്ലേക്കുണ്ടേ, പല്ലേക്കണെങ്കിൽ ഈ സാധനം കഴിക്കാണ്ട് ബ്രഷ് പിടിക്കാൻ പറ്റില്ല. നേരെ ബാത്റൂമിൽ പോയിട്ട് ആ കപ്പിലേക്ക് ഇതാണ്ട് ഒഴിക്കും. ഏത് ഗ്ലാസ് വീട്ടിൽ നിന്ന് എടുത്ത സൗണ്ട് കേൾക്കുമ്പോ പ്രശ്നമാവും. നേരെ ബാത്റൂമിലെ കപ്പിലേക്ക് ഒഴിക്കും. അത് കുറച്ച് വെള്ളം കൊണ്ട് പിടിച്ച അതാണ് വലിച്ചു കയറ്റി കഴിഞ്ഞാൽ വലിച്ചു കയറ്റിയ ആ കപ്പിലേക്ക് ഒഴിച്ച് ആ വെള്ളം കൊണ്ടും പിടിച്ചിട്ട് ആണ് വലിച്ചു കയറ്റിയ മഴ കണ്ടീഷൻ വന്നു. പിന്നെ സെറ്റായി, പിന്നെ പല്ലപ്പായി, ഗുളിയായി എല്ലാം കഴിച്ച് വണ്ടി എടുത്തു, ഓൾറെഡി പിക്കപ്പായി. അതാണ് എന്നെ മധ്യത്തിലേക്ക് പിന്നെ നിക്കാകളില്ലാത്ത രീതിയിലേക്ക് എത്തിച്ചു. അത് ശരി. പിന്നെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം കുടി തുടർന്നു. കല്യാണം കഴിക്കുമ്പോൾ അപ്പൊ ശരിക്കും പറഞ്ഞാൽ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിയറടി തുടങ്ങിയതാണ് അല്ലേ? അതായത് വണ്ണം വെക്കാനായിട്ട് ബിയർ കഴിച്ചു കഴിഞ്ഞാൽ സഹായിക്കുമെന്ന് ആരോ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ തുടങ്ങി. പിന്നെ അത് ഇങ്ങനെ ഇവിടം വരെ എത്തി. കഴിക്കാതെ നമുക്ക് ബ്രഷ് പോലും ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരുന്നു. ഇതൊക്കെയാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യപാനത്തിലേക്ക് നിങ്ങൾ ആരും ഇഷ്ടപ്പെട്ടു വന്നതല്ല, സാഹചര്യം കൊണ്ട് അങ്ങനെ വന്നുപോയി. പക്ഷെ വന്നു കഴിയുമ്പോൾ പിന്നെ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. അപ്പം നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ മദ്യപാനം നമ്മൾ കാണുക, അല്ലെങ്കിൽ അതിനോട് നമ്മൾ എക്സ്പോസ്ഡ് ആവുക, അല്ലെങ്കിൽ അതിനൊരു അവസരം കിട്ടുക, ചെറുതായിട്ടൊന്ന് രുചിച്ച് നോക്കാനുള്ള അവസരം കിട്ടുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചില നല്ല ഉപദേശങ്ങൾ കിട്ടുക, മദ്യം കഴിച്ച് കഴിഞ്ഞാൽ എന്തോ ഗുണമുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ കൊണ്ടും, പിന്നെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടത്ര പോലെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യബോധമൊന്നും ഇല്ല അല്ലേ? ജീവിതത്തിൽ എന്തായി തീരണമെന്ന് നമുക്ക് അന്ന് ചോദിച്ചാൽ വല്ല ഉത്തരം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഒരു ഗ്രാമീണ അന്തരീക്ഷം, മാതാപിതാക്കൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അങ്ങനെ മക്കൾക്ക് വലിയൊരു ലക്ഷ്യബോധം നൽകി വളർത്തുന്ന ഒരു രീതിയൊന്നും ചിലപ്പോൾ അന്ന് ഉണ്ടായി കാണില്ല. IT പഠിച്ചിട്ട് ഞാൻ പോയത് ഡ്രൈവർ ഫീൽഡിലേക്കാന്ന്. അന്ന് കാലത്ത് IT പഠിച്ച് ഞാൻ ഗവൺമെന്റ് ജോലിക്ക് പറഞ്ഞിട്ടില്ല. അവർക്ക് അതിനുള്ള മാതാപിതാക്കൾക്ക് അതിനുള്ള അറിവില്ല. നമുക്ക് ഓക്കെ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മദ്യപാനത്തിലേക്ക് ഒരു മനുഷ്യൻ നയിക്കുന്ന ചില കാരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെയാണ്. ഇവർക്ക് ഇനിയും ധാരാളം പറയാനുണ്ട്.
പക്ഷെ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ച നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മുടെ കുടുംബങ്ങൾ വളർന്നു വരാനായിട്ട് ഇവരുടെ ഈ കാരണങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ശരിക്കും സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അല്ലേ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാം. തീർച്ചയായിട്ടും ഇവർക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെന്ന് ഈ എപ്പിസോഡിൽ തന്നെ വ്യക്തമാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് ഇവരെ കേൾക്കാം. ബന്ധങ്ങൾ വളരട്ടെ, കുടുംബങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. ഉള്ളിൻ്റെ ഉള്ളില് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. ഇവരുടെ അതായത് എല്ലാവരുടെയും ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ സന്തോഷിക്കുന്നു, അതുപോലെ എന്റെ കൂടെയുള്ളവർക്കും ഒരു സന്തോഷം കൊടുക്കണം ആഗ്രഹമുണ്ട്. സാധിക്കുന്നില്ല. അത് ചെയ്തു വരുമ്പോൾ അത് നെഗറ്റീവായി പോവാം. കുടുംബത്തിലെ ഏറ്റവും നല്ല വ്യക്തിയായിരിക്കും കുടിയനായിട്ടുണ്ടാവുക. അവൻ കുടി മാറ്റി കഴിയുമ്പോ ആ കുടുംബത്തിലെ നിന്നല്ല, ആ സമൂഹത്തിലെ നിന്നല്ല, ആ മേഖലയിലെ തന്നെ ഏറ്റവും നല്ല വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് മറ്റുള്ളൊരു ദുഃഖം കാണുമ്പോ അലിയുന്ന ഒരു മനസ്സുണ്ട് അല്ലേ? പക്ഷേ അതിലുപരി അവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധം അവനില്ല, അവനപ്പോ ഇല്ല. അതാണ് ഏറ്റവും വലിയ അപകടം. അപകടം. സ്നേഹക്കൂടാരം